CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കണ്ടെത്തൽ. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ വീണ ഹാജരാക്കിയിട്ടില്ലെന്നും ഇഡി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇഡിയുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്ന വിവരം വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വീണ്ടും വീണയുടെ മേൽ കുരുക്കുകൾ മുറുകുകയാണോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഏകദേശം 8.5 മണിക്കൂർ സമയമാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. പക്ഷേ CMRLുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യമായ തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ ഇഡിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇഡിയുടെ കൈവശം ലഭ്യമായ കണക്കും വീണ പറഞ്ഞ കണക്കും തമ്മിൽ വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുണ്ട്. ഈ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വീണ നൽകിയ മറുപടി ആയി പുറത്തു വരുന്നത്, അതായത് വീണയുടെ കൈവശം ഈ സംബന്ധിച്ച കണക്കുകൾ ഇല്ല. എക്സാലോജിക് എന്ന് പറയുന്ന അവരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന സ്ഥാപനം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഈ കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ എക്സാലോജിക്കിൻ്റെ സിസ്റ്റത്തിലായിരുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കണക്കുകളെക്കുറിച്ചുള്ള വ്യക്തത തൻ്റെ കൈവശം ഇല്ല. അതേസമയം CMRLുമായി പലപ്പോഴും നടത്തിയിട്ടുള്ള ഇടപാടുകൾ നേരിട്ടായിരുന്നു, സംസാരിച്ച് നടത്തിയ ഇടപാടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതി വയ്ക്കപ്പെട്ട രേഖകളും ഇല്ല എന്നാണ് വീണ നൽകിയിരിക്കുന്ന മറുപടികൾ. പക്ഷേ അത് അതേപടി തന്നെ ഇഡി ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. കാരണം SFIO നൽകിയിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 134 രേഖകൾ ഇത് സംബന്ധിച്ച്, അതായത് ഇഡിയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഏകദേശം 2.78 കോടി രൂപയുടെ ഇടപാട് CMRLും ഒപ്പം തന്നെ വീണയുമായി നടത്തിയിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഒപ്പം തന്നെ SFIOയുടെ കണ്ടെത്തലും. ഇതനുസരിച്ച് SFIO നൽകിയിരിക്കുന്ന 134 രേഖകളുണ്ട്. ആ രേഖകളുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ചോദ്യം ചെയ്യൽ ആണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. പക്ഷേ ഓരോ രേഖകളും കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ആ ഓരോ രേഖകളും ഓരോ പ്രാവശ്യവും നടത്തിയിട്ടുള്ള ഇടപാടുകളാണ്. അത് സംബന്ധിച്ചുള്ള സാമ്പത്തിക രേഖകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ തീയതികളിലും നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഒരു പക്ഷേ ഇഡി കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ സമൻസ് നൽകി വീണ്ടും വീണയെ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇഡി ആലോചിക്കുന്നത്. അതേസമയം CMRLുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. ഇനി ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ശശിധരൻ കർത്തയാണ് CMRLൻ്റെ MD. അദ്ദേഹത്തിൻ്റെ മകൾ ഒപ്പം തന്നെ ഭാര്യ എന്നിവരെ ചോദ്യം ചെയ്യുന്നതും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ചില ഉദ്യോഗസ്ഥന്മാരെ, CMRLുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ കൂടി ചോദ്യം ചെയ്യണം. പക്ഷേ എന്നിട്ടും ഈ ഇഡിയുടെ മുന്നിലേക്ക് വീണ എത്തിയിട്ട് തന്നെയും പക്ഷേ പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടികൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇഡി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഏതൊക്കെ സേവനത്തിൻ്റെ പേരിലാണ് പൈസ വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അത് ഒരു പക്ഷേ CMRLിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും ചോദ്യം ചെയ്തതിന് ശേഷവും SFIOയിൽ നിന്ന് ലഭിക്കേണ്ട 134 രേഖകൾ, ആ രേഖകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഓരോ രേഖകളും എടുത്ത് പരിശോധിച്ചതിന് ശേഷമുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതൊരു പക്ഷേ ഈ മാസം അവസാനമായിരിക്കും. എന്തായാലും മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ഇഡി തന്നെ പറയുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. വീണ നൽകിയ മറുപടികളിൽ വീണ്ടും ഇഡിക്ക് സംശയമുണ്ട്. കാരണം അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച രേഖകളൊന്നും തന്നെ ഇപ്പോൾ കൈവശം ഇല്ല. അത് മാത്രവുമല്ല, അത് നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് പൈസ കൈപ്പറ്റിയതെന്ന് പറയുന്നു. അത്തരത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതും വേറെ തരത്തിലൊരു ക്രമക്കേടായി തന്നെ കാണപ്പെടുന്നുണ്ട്. കാരണം ഈ ചെയ്ത് നൽകാത്ത ഒരു സേവനത്തിൻ്റെ പേരിൽ പൈസ അനധികൃതമായി കൈപ്പറ്റുക എന്ന തരത്തിലാണ് നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയിരുന്നത്. അത് കൂടുതൽ ബലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി തന്നെ വീണ്ടും സമൻസ് നൽകി വീണയെ വിളിച്ചു വരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ തന്നെ ഏകദേശം 8.5 മണിക്കൂർ സമയമാണ് വീണയെ ചോദ്യം ചെയ്തത്. ഈ CMRLുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കണക്കുകൾ ഒക്കെ തന്നെ പരിശോധിച്ച് വരുന്നുണ്ട്. ഇനി ഒരു പക്ഷേ CMRLിലെ ഉദ്യോഗസ്ഥരെയും വീണയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ എക്സാലോജിക്ക് പ്രവർത്തനരഹിതം എന്ന് പറയുമ്പോഴേക്കും, അതല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും, ആ എക്സാലോജിക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനം അവിടെ ഉണ്ടായിരുന്ന
കമ്പ്യൂട്ടറുകൾ ഇവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കമ്പ്യൂട്ടറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരിശോധന അനിവാര്യമാണെന്ന് ED വൃത്തങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് ED കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മെയ് മാസം 27-ാം തീയതി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ വീണയെ ചോദ്യം ചെയ്തപ്പോഴും അന്ന് കിട്ടിയ ചില വിവരങ്ങളുണ്ടായിരുന്നു. ചില മൊബൈൽ ഫോണുകളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുമായി സംബന്ധിച്ച രേഖകളും. ഈ രേഖകളും ഇപ്പോൾ ED പരിശോധിച്ചു. ഈ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും വീണ മറുപടി നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും 8.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചോദ്യം ചെയ്യലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനിയും ചോദ്യം ചെയ്യും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു പക്ഷേ SFIOയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ലഭിച്ചതിന് ശേഷവും അതിനെല്ലാം ഉപരിയായി CMRലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷവുമായിരിക്കും വീണ്ടും വീണയിലേക്ക് ED എത്തുക. ശരി, വ്യക്തമാണ്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷവും ED പറയുന്നത് വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ്. എന്തായാലും വീണ്ടും വീണയ്ക്ക് മേൽ കുരുക്കുകൾ മുറുകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും വീണ EDക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല എന്നും ED വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊക്കെ ഊർജിതമാവുകയാണ് ED. CMRന്റെ ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും വീണയിലേക്ക് തന്നെ ചോദ്യം ചെയ്യാനാണ് ED ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കുരുക്കുകൾ വീണ്ടും മുറുകുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്.